chica, 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 jingy, jingy, jimmy போட்டு ஜிலு ஜிலுக்குற ரவுக்க போட்டு எங்க நீயும் கிளம்பி போற சொல்லு வேகமா நானும் துணைக்கு வரேன் பேசிக்கிட்டே கண்ணே போவமா சிக்கா 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 ചിക്ക ചിക്ക ചിക്ക. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായി മാറിയ കൈരളി TV ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ മധുര സ്മരണയുണർത്തിക്കൊണ്ട് നാടൻ പാട്ടുകളുടെ ഒരു സംഗീത മിനുങ്ങ്. മിന്നാമിനുങ്ങിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. Welcome to Aston Realtors Minnaminanga, powered by Lakshmi Jewelry and celebrated by Easter. മിന്നാമിനുങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. നാദർഷിക, മിന്നാമിനുങ്ങിലേക്ക് സ്വാഗതം. അഹദി മാം, സ്വാഗതം. കുപ്പുസ്വാമി സർ, സുസ്വാഗതം. പ്രേക്ഷകരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ മിന്നാമിനുങ്ങിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക്. അപ്പൊ മിന്നാമിനുങ്ങിന്റെ ഇന്നത്തെ സംഗീതയാത്ര നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് ആദ്യം നമുക്കൊരു ഹാസ്യം റൗണ്ടിലൂടെ തന്നെ ആരംഭിക്കാം. ഹാസ്യം റൗണ്ടുമായി എത്തുന്നു സുരേഷ് പള്ളിപ്പാറ. ലെറ്റ്സ് വെൽക്കം സുരേഷ്. സുരേഷ്, ഹായ്. സുരേഷ് തന്നെയാണോ ഇത്? അതെ. അതൊരു വാറുണ്ണിയുടെ ലുക്ക് ഇവിടെ ഇതൊക്കെ വെച്ചിട്ട്. ഞാൻ വിചാരിച്ച വേഷപ്പകർച്ച റൗണ്ടായിരിക്കും. ഹാസ്യം റൗണ്ടാണ്. അപ്പം അതെല്ലാം തയ്യാറായിട്ടാ വന്നിരിക്കുന്നത്. മുടി കെട്ടി വെച്ചിരിക്കുക. അത് അഴിച്ചങ്ങനെ ഇടുവോ ഇതിന്റെ ഇടയ്ക്ക്? പറയാൻ പറ്റില്ല. ഇല്ല, ഡിറ്റർമിൻഡ് ആയിട്ട് വന്നേക്കോ. ഓക്കെ, ഏത് പാട്ടാ പാടുന്നത്? ഞാൻ ഒരു കുരങ്ങനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. എവിടെ കുരങ്ങ് വന്നിട്ടുണ്ടോ? വരും, അതും സസ്പെൻസ് ആണ്. അത് പൊളിക്കുന്നില്ല. അപ്പൊ നമുക്ക് പെർഫോമൻസിലോട്ട് പോവാം. ശരി.
കുരങ്ങിയും വേണം അതിലൊരു കെട്ടി അടക്കമെടുത്ത് തിത്തോന്താരം ചാടി കുരങ്ങ് അതിലൊരു കെട്ടി അടക്കമെടുത്ത് തിത്തോന്താരോ ചാടി കുരങ്ങ് പോകാം പൂറപ്പെടാം ജഞ്ചീരോ പോകാം പൂറപ്പെടാം ജഞ്ചീരോ പോകാം പൂറപ്പെടാം ജഞ്ചീരോ പോകാം പൂറപ്പെടാം ജഞ്ചീരോ നൂറില്ല നൂറില്ല കുരങ്ങച്ചാരേ നൂറില്ല നൂറില്ല കുരങ്ങച്ചാരേ നൂറില്ല നൂറില്ല കുരങ്ങച്ചാരേ നൂറില്ല നൂറില്ല കുരങ്ങച്ചാരേ തോന്താരോ 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 ചാടി കുരങ്ങ് നൂറുണ്ടാക്കണ നാട്ടിൽ ചെന്ന് തോന്താരോ ചാടി കുരങ്ങ് നൂറുണ്ടാക്കണ നാട്ടിൽ ചെന്ന് എന്തിനു പോണന്റെ കുരങ്ങച്ചാരേ എന്തിനു പോണന്റെ കുരങ്ങച്ചാരേ നൂറുണ്ടാക്കണ കാണും വേണം അതിലൊരു കെട്ട് നൂറും വേണം 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 അതിലൊരു കെട്ട് നൂറും എടുത്ത് തിത്തോന്താരം ചാടി കുരങ്ങ് 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 തിത്തോന്താരം ചാടി കുരങ്ങ് ചീരുണ്ട കയ്യിൽ കൊണ്ട് കൊടുത്ത് തിത്തോന്താരം ചാടി കുരങ്ങ് ചീരുണ്ട കയ്യിൽ കൊണ്ട് കൊടുത്ത് പോകാം പൂറപ്പെടാം ജഞ്ചീരോ പോകാം പൂറപ്പെടാം ജഞ്ചീരോ പോകാം പൂറപ്പെടാം ജഞ്ചീരോ പോകാം പൂറപ്പെടാം ജഞ്ചീരോ പകലില്ല പകലില്ല കുരങ്ങച്ചാരേ പകലില്ല പകലില്ല കുരങ്ങച്ചാരേ പകലില്ല പകലില്ല കുരങ്ങച്ചാരേ പകലില്ല പകലില്ല കുരങ്ങച്ചാരേ തോന്താരോ 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 ചാടി കുരങ്ങ് പകലുണ്ടാക്കണ നാട്ടിൽ ചെന്ന് തോന്താരോ ചാടി കുരങ്ങ് പകലുണ്ടാക്കണ നാട്ടിൽ ചെന്ന് എന്തിനു പോണന്റെ കുരങ്ങച്ചാരേ എന്തിനു പോണന്റെ കുരങ്ങച്ചാരേ പകലുണ്ടാക്കണ കാണും വേണം അതിലൊരു കെട്ട് പകലും വേണം പകലുണ്ടാക്കണ കാണും വേണം അതിലൊരു കെട്ട് പകലും വേണം അതിലൊരു കെട്ട് പകലും എടുത്ത് തിത്തോന്താരം ചാടി കുരങ്ങ് 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 തിത്തോന്താരം ചാടി കുരങ്ങ് ചീരുണ്ട കയ്യിൽ കൊണ്ട് കൊടുത്ത് തിത്തോന്താരം ചാടി കുരങ്ങ് ചീരുണ്ട കയ്യിൽ കൊണ്ട് കൊടുത്ത് പോകാം പൂറപ്പെടാം ജഞ്ചീരോ 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 സുരേഷ് ഹായ് എവിടെ കൂട്ടുകാരൻ എവിടെ കൂട്ടുകാരൻ പോയി പോയോ? ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരനാണ് ഇവിടെ മുഴുവൻ ഈ ഫ്ലോർ മുഴുവൻ തകർത്തു. പോരാത്തന്നെ ജഡ്ജസിന്റെ അടുത്തൊക്കെ പോയി തകർത്തിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം അല്ലേ? അതെ കുപ്പുസ്വാമി സാർ. സുരേഷ് ആരാ എന്താ ഒരു പെർഫോമൻസ് താങ്ക് യു സർ. സൂപ്പറായി. നിങ്ങൾ കൂടെ ഈ കുരങ്ങ് വന്ന് നല്ല ഷേട്ട செஞ்சு நல்ல நல்ல ரெண்டு பேரும் அவரவரும் நீங்கள் நல்ல காம்பினேஷனு. அதாவது இந்த ஃபில்லப் தி பிளாங்க்ஸ்னு சொல்ல இந்த எக்ஸாம் எழுதும்போது ஃபில்லப் தி பிளாங்க்ஸ் ஒன்று வரும் இல்லையா? அதேபோல ஹாஷ்யம் டேஷ் ஹாஷ்யம் சுவாரஸ்யம் வேஷம் சந்தோஷம்
പാട്ട് കളിപ്പാട്ട്, ആട്ടം കൊണ്ടാട്ടം, കുരങ്ങ് ചൊരിയുന്ന കുരങ്ങ്. സുരേഷ് പള്ളിപ്പാറ. സുരേഷ് പള്ളിപ്പാറ. ഇവർ പോൽ ഏവരും ആരാ കിട്ടില്ല. ഇപ്പൊ നല്ലായിട്ട് പ്രോഗ്രാം സെഞ്ച് സന്തോഷമായി. ഗുഡ്, നൈസ്. താങ്ക് യു സർ. താങ്ക് യു സർ. മഹതി മാം. സുരേഷ്, നല്ല പെർഫോമൻസ് ആയിരുന്നു സുരേഷ്. നന്നായി പാടി, ആദ്യം അത് പറയാം. നന്നായിട്ടുണ്ട് വേഷം. സുരേഷ് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ കുരങ്ങൻ എന്താ വരട്ടെ? എവിടെ ആ കുരങ്ങൻ? എവിടെ? കുരങ്ങ കേറാൻ. കുരങ്ങൻ അസലായിരുന്നു. ആ മാസ്ക് ഒന്ന് എടുക്കൂ. വണ്ടർഫുൾ, സൂപ്പറായിട്ട് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ വരുന്ന ആ വരവ് എൻട്രി തൊട്ട് എന്തൊക്കെയാ ചെയ്തേ. പേനെടുത്ത് ഇവിടെ വിട്ടു. എங்க രണ്ടുപേർ തലയിലും വിട്ടു പേനെടുത്ത്. അതൊക്കെ നാ പൊറുപ്പില്ല സർ. സൂപ്പറായിട്ട് ചെയ്തു. പേരെന്താ? സബി. സബി. സോ സബിക്ക് ഒരു വലിയൊരു അപ്ലോസ് കൊടുക്കാം. നല്ല രസമുണ്ടായിരുന്നു. സുരേഷിന്റെ സിംഗിങ് ഒട്ടും, അതായത് സമ്മർ സോൾട്ട് ചെയ്തിട്ട് എങ്ങനെയാ പാടാൻ പറ്റുന്നത് ശരിക്കും ചോദിക്കട്ടെ. വെരി ഗുഡ് സുരേഷ്. സോ ഐ തിങ്ക് ദാറ്റ് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാരണമാണ്. സ്റ്റേജിൽ സമ്മർ സോൾട്ട് ചെയ്യോ? ചെയ്യാറുണ്ട്. സിംഗിങ് വൈസ് യു ആർ വെരി ഗുഡ് ഓൾസോ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. നാദർഷിക. സുരേഷ, പാട്ട് നന്നായിരുന്നു. പക്ഷെ അതിൽ ഈ കോമഡി പെർഫോമൻസിൽ കുരങ്ങന്റെ കോമഡി ഒക്കെ, സുരേഷിന്റെ കോമഡി എന്തായിരുന്നു? ഞാനൊരു കൊരങ്ങാട്ടിയായിട്ടായിരുന്നു. അല്ല, കുരങ്ങ് എന്തെങ്കിലും കാണിച്ചിട്ട് സുരേഷ് ഡീസന്റ് ആയിട്ട് ഇന്ന് പാടാന്ന് വിചാരിച്ച അതാണോ ഉദ്ദേശിച്ചത്? പക്ഷെ നമുക്ക് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ജഡ്ജ്മെന്റിൽ പെർഫോമറാണ് ഹ്യൂമർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്ത പാട്ടിനകത്ത് ഹ്യൂമർ വേണം. ഇതിൽ സെലക്ട് ചെയ്ത പാട്ടിനകത്ത് ഹ്യൂമർ ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു അതിനകത്ത് ഹ്യൂമർ? പാട്ടിൽ എന്തായിരുന്നു ഹ്യൂമർ? പോകാൻ പുറപ്പെടാൻ ചന്തിരും, അത് പറയുന്ന ആ പാട്ടിനകത്ത് എവിടെയെങ്കിലും ആ പാട്ടിൻ്റെ ഒരു നാടൻ പാട്ട്, സാധാരണ നോർമൽ ഒരു നാടൻ പാട്ട്, അതിനപ്പുറത്തേക്ക് അതിന് ഹ്യൂമർ ഉണ്ടായിരുന്നു. വെറ്റിലയും അടക്കയൊക്കെ തേടി പോകുന്ന ഒരു കുരങ്ങാണ്. ഓക്കെ, അതൊക്കെ. ഈ കുരങ്ങ് ഇവിടെ കിടന്ന് ഫ്ലോറിൽ കിടന്ന് തമാശ കാണിച്ചു, അവിടെ നിന്ന് തലകുത്തി മറിഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് സർക്കസ് കാണിച്ചു, അത് പോകുന്ന ആ ഓളം ഉണ്ടാക്കി ഒരു തമാശ ഉണ്ടാക്കി. അതല്ലാതെ സുരേഷിന്റെ ഭാഗത്തുനിന്ന് ഒരു പാട്ടിനകത്ത് ഹ്യൂമർ ഉണ്ടായില്ല, സുരേഷിന്റെ പെർഫോമൻസിൽ ഹ്യൂമർ ഉണ്ടായില്ല. ഹ്യൂമറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ കോമഡി റൗണ്ട് എന്ന് എഴുതി വെച്ചേക്കുന്നതിൻ്റെ പേരിൽ മ്യൂസിക് മാത്രമാണെങ്കിൽ അതിന് മാർക്ക്, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്തോ ചെയ്ത് അതാണ് ആവശ്യം. നമ്മളുടെ ശരിക്ക് ഇവിടെ മാർക്കിടാനിരിക്കുമ്പോൾ കോമഡി പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റ്, മെയിൻ ആർട്ടിസ്റ്റ് കോമഡി, അതിനകത്ത് എന്തെങ്കിലും പാട്ടിനകത്ത് ഒന്നില്ലെങ്കിൽ പാട്ടിനകത്ത് ഹ്യൂമർ മതി, അല്ലെങ്കിൽ പെർഫോമൻസിൽ നമ്മളുടെ ഹ്യൂമറാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? താങ്ക് യു അക്ക. സുരേഷ്, നല്ല പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞു. എസ്പെഷ്യലി കുരങ്ങനാണ് മാർക്സ് മുഴുവൻ, മീൻസ് കമന്റ്സ് മുഴുവൻ കിട്ടിയത്. സുരേഷിന്റെ പെർഫോമൻസിൽ ചെറിയൊരു അതൃപ്തി നാദർഷിക പറയുകയും ചെയ്തു. മാർക്സിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30. ഈ ട്യൂണിലെ അവിടെ ഒരു പാട്ടുണ്ട്, കറുപ്പസ്വാമി പാട്ട്. ഇത് സെയിം ട്യൂണാണ്. அங்கே கிட்டி முழங்குது கருப்பசாமி தங்க கலசம் மின்னுது. அங்கே கிட்டி முழங்குது கருப்பசாமி தங்க கலசம் மின்னுது. வெள்ள நல்ல குதிரையில பிச்சருவா கையில் நந்தி. வெள்ள நல்ல குதிரையில பிச்சருவா கையில் நந்தி. வேகமுடன் வாரானே எங்க கருப்பசாமி அங்கே கலசம் மின்னுது. அட எங்க கருப்பன் வரானே. கோத்தமுத்து பல்லழக கொண்ட முடியழக, கோத்தமுத்து பல்லழக கொண்ட முடியழக, கோத்தமுத்து பல்லழக கொண்ட முடியழக, கொண்ட கருப்பசாமி தேடி இங்க வரானையா. அங்கே கிட்டி முழங்குது கருப்பசாமி தாங்க கலசம் மின்னுது. 25. താങ്ക് യു സർ. മഹതി മാം. Singing was nice. I'll give you 26 marks. താങ്ക് യു മാം. നാദർഷിക. സുരേഷിന്റെ പാട്ടിൽ നമ്മൾ ആരും കുറ്റം പറയുന്നില്ല.
കേട്ടാ. സുരേഷ് നല്ല സിംഗറാണ്, നല്ല പെർഫോമറാണ് സ്റ്റേജിൽ. പക്ഷെ നമ്മൾ ഈ റൗണ്ട്സ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതിനെ കോസ്റ്റ്യൂം ആണെങ്കിൽ കോസ്റ്റ്യൂമിന്, അല്ലെങ്കിൽ കലാഭമണി ഫസ്റ്റ് റൗണ്ട് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മളുടെ കോമഡി ആണെങ്കിൽ കോമഡി വർക്കൗട്ട് ആകണം. അത് നമ്മൾ വേഷമൊക്കെ കെട്ടി വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. സുരേഷ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ മല പോലെ വന്ന് എലി പോലെ ആയിപ്പോയി. 25. താങ്ക് യു അക്ക. അപ്പോൾ സുരേഷ് 90-ൽ 76 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ പറഞ്ഞ മാതിരി കോമഡി റൗണ്ട് ആയിരുന്നെങ്കിലും സ്കോർ ചെയ്തത് നമ്മുടെ കുരങ്ങനായിരുന്നു. അത്രത്തോളം ആയിരുന്നു ഇവിടുത്തെ പ്രകടനം. സാരമില്ല, ഇനിയും റൗണ്ട്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നന്നായിട്ട് അത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പെർഫോമൻസിന്റെ സ്കോപ്പ് ആലോചിച്ചിട്ട് പാട്ടിനൊപ്പം അതുകൂടി ആലോചിച്ച് ഒരു ഷോ ആണ്. അപ്പം അതും കൂടി മുൻനിർത്തിയിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ സുരേഷും നമ്മുടെ കുരങ്ങനും ഒക്കെ ചേർന്ന് നമ്മുടെ ഹാസ്യം റൗണ്ട് നല്ലൊരു മേളക്കൊഴുപ്പ് നൽകിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഓൺ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ വരുന്നത് ശീതളാണ്. വേഷപ്പകർച്ച റൗണ്ടുമായിട്ടാണ് ശീതൾ എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ശീതൾ. ശീതൾ, ഹലോ ചേച്ചി. നല്ല വേഷം, നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. കാരണം എത്രയൊക്കെ വേഷം ഇട്ട് വന്നാലും മലയാളികൾക്ക് ഈ വേഷം ഇട്ട് കാണുമ്പോൾ ഉള്ള ഒരു മനസ്സിന്റെ ഒരു സംതൃപ്തി ഒന്ന് വേറെ തന്നെയാ. വേഷപ്പകർച്ച റൗണ്ടാണ്. ഇപ്പൊ ഏത് പാട്ടാ പാടുന്നത്? അയല പൊരിച്ചതുണ്ട്. അയല പൊരിച്ചതുണ്ട്. എല്ലാരെയും കൊതിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് അല്ലേ? അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാം കേട്ടോ. താങ്ക് യു. ശരി. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണ്ണനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളി
ശീതൾ വേഷപ്പകർച്ച റൗണ്ടായിരുന്നു, പക്ഷെ ഇതിൽ വന്ന വിഷ്വൽസും ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു സൗത്ത് ഇന്ത്യനും ചോറും ബാക്കിയുള്ള കറികളും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിനകത്താണ്. ഈ ഒരു സമയത്തായപ്പോൾ വിശന്നിരിക്കുകയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട് കൊതിയായിപ്പോയി. അപ്പം എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ശരിക്കും കുപ്പുസ്വാമി സാറ് തകർത്ത് കളഞ്ഞു. നമുക്ക് ചോദിക്കാം അല്ലേ? മഹതി മാം. சார் எப்படி இருந்துச்சு சார்? சூப்பர். நல்லா சாப்பிட்டீங்களா? நல்லா ഒരു പിടി പിടിച്ച് பார்த்தோம், சொல்லவே வேணாம், ഞങ്ങളെ കണ്ടു. എനിവേസ് സൂപ്പറാ പണിയുണ്ട് സാർ. ശീതൾ നന്നായി ചെയ്തു. ശീതൾ പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് ആലോചിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്, മിന്നാമിനിയിൽ എന്താ ഈ പാട്ട് ആരും ഇതുവരെ പാടാത്തതെന്ന്. സോ ശീതൾ എൻ്റെ ഒരു ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കി തന്നു. നന്നായിട്ട് പാടി. നല്ല ശീതളിൻ്റെ സാരി എനിക്ക് സെറ്റ് മുണ്ട് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഡിസൈൻ കേട്ടോ. സിംഗിങ് എസ്പെഷ്യലി ഇടയ്ക്ക് ഒരു തന്നാന ഒരെണ്ണം പാടിയില്ലേ? സാറ് വന്നപ്പോൾ ഒരു തന്നാന പാടി സാറിൻ്റെ അടുത്ത് പോയില്ലേ? അതെന്തായിരുന്നു അത്? താനാ തന്നാനാ തനനന തന്നാനാ തനനന താനാനാ തനനന തന്നാനാ. ഇപ്പോൾ ഏതാണ്ടൊക്കെ കുഴപ്പമില്ല, അപ്പോൾ തീരെ കൃത്യമായിരുന്നില്ല അത്. ദെൻ സാറ് വന്നപ്പോഴത്തേക്കും എല്ലാം അവിടെ ആ കൂടി ഒരു നല്ല സിനിമാറ്റിക് ഫീലായിരുന്നു അവിടെ. സിംഗിങ് വൈസ് കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ശീതൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാമായിരുന്നു ശീതളിൻ്റെ ഡെലിവറി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് യു. താങ്ക് യു മാം. കുപ്പുസ്വാമി സാർ. അതെ, ഈ പാട്ടെ കൊണ്ട് ഞാൻ മീൻ ചാപ്പിട്ട് അത് നന്നായിട്ട് പാട്ട് നന്നായിട്ട് உங்களோட ஆக்டிங் എല്ലാം ശരിയായി. அது சொன்னது போல் பாட்டிന്റെ இன்னும் சற்று கவனம் கொள்ளலாம் இல்லையா? கொண்டா இன்னும் நல்லா இருக்கும். மற்றபடி நைஸ், வெரி குட். താങ്ക് യു സാർ. இந்த மீனுக்கு இந்த சோறு இதுக்கு காய்கறிக்கெல்லாம் ஒரு பாட்டு ஒன்று இருக்கு. நித்தா நித்த நல்ல சோறு நை மணக்கும் கத்திரிக்கா, நித்தா நித்த நல்ல சோறு நை மணக்கும் கத்திரிக்கா, நேத்து வச்ச மீன் குழம்பு என்ன இழுக்குதையா, நெஞ்சுக்குள்ள கந்த நனப்பு வந்து மயக்குதையா, நித்தா நித்த நல்ல சோறு நை மணக்கும் கத்திரிக்கா, நேத்து வச்ச மீன் குழம்பு என்ன இழுக்குதையா, நெஞ்சுக்குள்ள கந்த நனப்பு வந்து மயக்குதையா, பச்சரிசி சோறு நெத்தி கருவாடு. அப்படி போயிட்டு இருக்க பாட்டு ரொம்ப நல்லா இருக்கும். அது போல அந்த பாட்டு நீங்க பாடும்போது அந்த ஞாபகம் எனக்கு வந்தது. ரொம்ப பிரமாதமா இருக்கும். நைஸ். താങ്ക് യു സാർ. താങ്ക് യു സാർ. നാദർഷിക. ശീതളിന്റെ പാട്ടിന്റെ കാര്യങ്ങൾ, അതിന്റെ ഡിഫക്റ്റും എഫക്റ്റും എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ഇന്ന് നമ്മുടെ എന്തൊരു ഓർക്കസ്ട്രയായിട്ട് പ്രാക്ടീസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതിനു മുമ്പ്? നോക്കിയിരുന്നു. എനിക്കത് ഒരു പരിപൂർണത ഫീൽ ചെയ്തില്ല, ബി ഫ്രാങ്ക്. ഞാൻ സാധാരണ ഇതിൽ നമ്മുടെ ഓർക്കസ്ട്ര ടീമുമായിട്ട് നമ്മൾ നല്ല ഏറ്റവും ബെസ്റ്റ് ഓർക്കസ്ട്രയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സോങ്ങിൽ അതിൻ്റെ ഒരു ഫീല് ഒട്ടും നമുക്കതിൻ്റെ ഒരു പവർ ഫീൽ ചെയ്തില്ല. ഏതായാലും കൊതിപ്പിക്കുന്ന കുറെ വിഷ്വൽസ് നമുക്ക് ഉണ്ടായിരുന്നു. ആ കൊതിപ്പിക്കുന്ന വിഷ്വൽസ് ആയിരുന്നു ഇതിന്റെ ഹൈലൈറ്റ്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശീതൾ, കമന്റ്സ് കേട്ടല്ലോ, എത്ര മാർക്സ് കിട്ടും? നമുക്ക് ചോദിക്കാം അല്ലേ? പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ നമുക്ക് ചോദിക്കാം. ആദ്യം മഹതി മാം. 26 for you, ശീതൾ. കുപ്പുസ്വാമി സാർ. 27. താങ്ക് യു സാർ. നാദർഷിക. പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ 26. താങ്ക് യു ജഡ്ജസ്. അപ്പം 90-ൽ 79 മാർക്സ് ആണ്. ഇല്ല, കുഴപ്പമില്ല. പക്ഷെ അത്ര ശീതളിന്റെ കഴിഞ്ഞ റൗണ്ട്സ് എല്ലാം നോക്കിയിട്ട് അതിന്റെ അത്രയും വന്നിട്ടില്ല അല്ലേ? കുറച്ച് കുറവാണ്. അപ്പം ഇനിയും റൗണ്ട്സ് ഉണ്ട്. തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഓക്കെ. എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇപ്പൊ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്. നമുക്ക് അടുത്ത പെർഫോമൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ഓൺ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പൊ ശീതളിന്റെ ആ നല്ല പെർഫോമൻസിന് ശേഷം അടുത്തതായിട്ട് നമ്മുടെ സിഗ്നേച്ചർ റൗണ്ട് മണിമേളം റൗണ്ട് ആണ് വരുന്നത്. മണിച്ചേട്ടന്റെ നല്ല ചടുലമായ ഒരു ഗാനവുമായി എത്തുന്നു കാർത്തിക. ലെറ്റ്സ് വെൽക്കം കാർത്തിക.
ചേച്ചി നല്ല ഡ്രസ്സാണ്, നല്ല ഭംഗിയുണ്ട് ആസ് യൂഷ്വൽ. താങ്ക് യു ചേച്ചി. ഓക്കെ, മണിമേളം റൗണ്ടാ. ഏത് പാട്ടാ പാടുന്നത്? കോമാവൻ കൊമ്പിലിരുന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയെ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയെ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയെ കൈ നോക്കി കാര്യം ചൊല്ലാമോ കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയെ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയെ കല്യാണം ചൊല്ലടി പൈങ്കിളിയെ എൻ പൈങ്കിളിയെ കല്യാണം ചൊല്ലടി പൈങ്കിളിയെ. കടലേഴും താണ്ടി തഴുകി നീ വന്നപ്പോൾ പുതുമാരനെ നീയും കണ്ടോ കിളിയേ. കടലേഴും താണ്ടി തഴുകി നീ വന്നപ്പോൾ പുതുമാരനെ നീയും കണ്ടോ കിളിയേ. പുതുമാരൻ വന്നില്ല അരിമുല്ല പൂത്തില്ല, പുതുമാരൻ വന്നില്ല അരിമുല്ല പൂത്തില്ല, കല്യാണം ചൊല്ലടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ. കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയെ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ. ആരിയിൽ മുക്കുവൻ മുത്തീനു പോകുമ്പോൾ അറബിക്കഥ ചൊല്ലാൻ നീ വരുമോ കിളിയേ. ആരിയിൽ മുക്കുവൻ മുത്തീനു പോകുമ്പോൾ അറബിക്കഥ ചൊല്ലാൻ നീ വരുമോ കിളിയേ. മാനം കാറുത്താലോ മഴയൊന്നു വന്നാലോ, മാനം കാറുത്താലോ മഴയൊന്നു വന്നാലോ, കുടയൊന്നു നീട്ടടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കുടയൊന്നു നീട്ടടി പൈങ്കിളിയേ. കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയെ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ. കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയെ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ എൻ പൈങ്കിളിയേ കല്യാണം ചൊല്ലടി പൈങ്കിളിയേ. ചേച്ചി മണിമേളം റൗണ്ട് ആയിരുന്നു. അപ്പൊ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റി? ഡാൻസേഴ്സ് ഇവിടെ തകർക്കായിരുന്നു. കാർത്തിക പക്ഷെ ഇങ്ങനെ പാട്ടിന്റെ കോൺസെൻട്രേഷൻ പോവോ എന്നൊക്കെയുള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. എങ്ങനെ പാടാൻ പറ്റി? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, എന്ത് കുഴപ്പമാണോ ഉള്ളത്, കുഴപ്പമുണ്ടായിരുന്നോ ഇല്ലെന്നൊക്കെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നാദർശക്ക, മോളെ നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. മോൾക്ക് ഓൾറെഡി നല്ല ഭംഗിയുള്ള കുട്ടി തന്നെയാണ്. അതിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള ഡാൻസേഴ്സ് എല്ലാം അണിനിരുന്ന് നല്ല രസമുണ്ടായി ബാക്ക് ഡ്രോപ്പ് ഒക്കെ കാണാനായിട്ട്. പക്ഷെ മോൾക്ക് എന്ത് പറ്റി? പാട്ട് ശ്രുതി ചേരണ്ടായില്ല ഒട്ടും. എന്താണ് പ്രോബ്ലം ഉണ്ടായത്? അറിയില്ല. പാടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ വരിയുടെയും
സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ശ്രുതി ചേരാതെ ഇങ്ങനെ തുടങ്ങുന്നതും ശ്രുതി ചേർന്നില്ല, ആ വരി അവസാനിക്കുന്നതും ശ്രുതി ചേരുന്നില്ല. അതങ്ങനെ ശീലിക്കരുത്. ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടും നമ്മൾ കറക്റ്റ് ശ്രുതിയിൽ താളത്തിൽ വന്നാൽ മാത്രമേ ഒരു പാട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അരോചകമായിട്ട് ഫീൽ ചെയ്യും. ശ്രദ്ധിക്കണോട്ടോ. ഓൾ ദി ബെസ്റ്റ്. കുപ്പുസ്വാമി സർ, நல்ல டான்ஸ் குரூப் பின்னாடி, நல்ல நல்ல ஒரு பேக்கப். பாட்டு நல்ல ரிதம்பியான பாட்டு, நல்ல மீனிங்ஃபுல் சாங், நல்லா இருக்கு. ஒன்று அதே தான் நாதர் சொன்னது போல அந்த சுருதியை அங்கங்க விட்டு போய் எண்டிங்கில் விட்டு போய் நீங்க பாடுங்க, பல்லவி பாடுங்க. കോമാവിൻ കൊമ്പിലിരുന്ന് കോമാങ്ങ തിന്നണ കിളിയെ കൈ നോക്കി കാര്യം ചൊല്ലാമോ എൻ പൈങ്കിളിയെ കല്യാണം ചൊല്ലടി പൈങ്കിളിയെ എൻ പൈങ്കിളിയെ കല്യാണം ചൊല്ലടി പൈങ്കിളിയെ. அது அந்த ஒரு இடம் இன்னும் சரியா வரல. என் பைங்கிளியே என் பைங்கிளியே என் பைங்கிளியே தன்னானே தன்னே கரெக்டா அந்த இடத்துல வரும். அது மாதிரி எல்லா சரணமும் இதே போல அதான் பல தடவை கேட்டு கேட்டு அதை பாடி பார்க்கணும், சுருதியோட பாடி பார்க்கணும். வெறுமனே அந்த கேசட்ல உள்ள பாட்டை கேட்டு அப்படியே நம்ம பாடக்கூடாது. அதை கேட்டுட்டு மனசுல வாங்கிட்டு பிறகு சுருதி அதே சுருதி வச்சுட்டு, சுருதி பிச்சு கூட வேற வச்சுக்கலாம், வச்சுட்டு அது கூட சேர்ந்து பாடி பாடி பிராக்டிஸ் செய்யணும். அப்பதான் சரியா வரும். பயிற்சி, முயற்சி, அதன் பிறகே வெற்றி. താങ്ക് യു സർ. മഹതി മാം, എനിക്കറിയില്ല, കാർത്തികയുടെ ഒരു ബാഡ് ഡേ ആ തോന്നുന്നു. കാർത്തികയുടെ പിച്ചിങ് വളരെ മോശമായിരുന്നു. കാർത്തിക, വെരി സോറി അബൌട്ട് ഇറ്റ്. തുടക്കം തൊട്ടുതന്നെ കോമാവൻ എന്ന് പറയുമ്പോൾ തന്നെ കാർത്തികയ്ക്ക് ഇതൊരു പാടണം എന്നൊരു ആഗ്രഹമില്ലാത്ത പോലെ പാടുന്നത്. ഓക്കെ, പാട്ട് തുടങ്ങി കഴിഞ്ഞോ? അങ്ങനെ ഒരു പഞ്ച് വേണ്ട തുടങ്ങുമ്പോൾ. ആ ആദ്യം പറയണ ആ വാക്ക് തന്നെ കാർത്തികയ്ക്ക് ഒരു പാടണല്ലോ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആയിരുന്നു. ഒരു ജോഷ് ഉണ്ടായിരുന്നില്ല പാട്ടിന്. ഓക്കെ, ആൻഡ് കാർത്തിക വോയിസ് ഒത്തിരി മെറ്റാലിക് ആയിരുന്നു കേൾക്കാൻ. ചരണം ഒന്ന് പാടുമോ? ആരിയിൽ മുക്കുവൻ മുത്തീനു പോകുമ്പോൾ അറബിക്കഥ ചൊല്ലാൻ നീ വരുമോ കിളിയേ. ഒന്നില്ലെങ്കിൽ ആ സംഗതി ക്ലീൻ ആയിട്ട് പാടണം, അങ്ങനെ പാടിയാലും മതി. ഇത് രണ്ടിനെ ഇടയ്ക്ക് വെച്ചൊരു സംഭവമാണ്. ഇപ്പൊ പാടുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അതില് ചരണങ്ങളായിട്ട് ഇങ്ങനെ പാടി ഇങ്ങനെ വരുമ്പോ ചില ചരണങ്ങളില് ആ സംഗതി സ്ലിപ്പ് ആവുന്നുണ്ട് മോൾക്ക്. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനത്തെ കുറെ കുഴപ്പങ്ങളുണ്ടായിരുന്നു പാട്ടില്. എനിഹൗ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ആവശ്യമുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. കാർത്തിക, വിഷമമായോ? അപ്പൊ മാർക്സ് എത്രയാ പ്രതീക്ഷിക്കുന്നത്? ചോദിച്ചു നോക്കാം അല്ലേ. നാദർഷിക, ഔട്ട് ഓഫ് 30? കാർത്തിക, നന്നായിട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ പറഞ്ഞു കാർത്തിക. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ശ്രുതി ഔട്ട്. നമ്മൾക്ക് ഇന്ന് മാം പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ശരിയല്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പെർഫോമൻസിൽ ഇനി അടുത്ത പെർഫോമൻസ് ഗംഭീരാക്കണം കേട്ടോ. ഇപ്പോൾ ഇത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ട് 24. കുപ്പുസ്വാമി സർ, ரைட், இன்னும் கார்த்திகை நல்லா பாடணும் அப்படிங்கிறதுனால 25 தரேன். മഹതി മാം 25. താങ്ക് യു ജഡ്ജസ്. കാർത്തിക, 90-ൽ 74 മാർക്സ് ആണ്. അത്ര നല്ല മാർക്സ് അല്ല, പക്ഷെ വിഷമിക്കേണ്ട, കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനിയും റൗണ്ട്സ് ഉണ്ട്, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ പോലെ ജഡ്ജസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കാർത്തികയുടെ ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. നമുക്ക് അടുത്ത പെർഫോമൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ഓൺ ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനുങ്ങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങി എല്ലാവരും ഇഷ്ടപ്പെട്ട നല്ലൊരു സിനിമയായിരുന്നു കമ്മട്ടിപ്പാടം. അതിലെ തന്നെ ഇക്കാണും മാമലയെല്ലാം എന്ന് തുടങ്ങുന്ന പാട്ട് നല്ലൊരു ഡിഫറൻസ് ഉള്ള ഒരു പാട്ടായിരുന്നു. അപ്പോൾ അടുത്ത പെർഫോമൻസുമായിട്ട് ഇതിനെന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഈ പാട്ട് പാടിയ സുനിൽ മത്തായി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ പാട്ട് മിന്നാമിനുങ്ങിലൂടെ നമുക്ക് വേണ്ടി പാടിത്തരുന്നു. നമുക്ക് ആസ്വദിക്കാം. താനന്ദം താനേനം താനേനം തന്താനേ തകതാനി തന്നാനി തന്നാനി തന്താനേ
താനന്തം താനേനം താനേനം തന്താനി തകതാനി തന്നാനി തന്നാനി തന്താനി. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അറിയും കുരലും ചങ്കും എല്ലാരുടെയും പൊന്മകനെ. താനന്തം താനേനം താനേനം തന്താനി തകതാനി തന്നാനി തന്നാനി തന്താനി. താനന്തം താനേനം താനേനം തന്താനി തകതാനി തന്നാനി തന്നാനി തന്താനി. ചാറും ചരവും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനെ. ഞാനേമ്പിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനെ. ആനന്ദം താനേനം താനേനം തന്താനി തകതാനി തന്നാനി തന്നാനി തന്താനി. താനന്ദം താനേനം താനേനം തന്താനി തകതാനി തന്നാനി തന്നാനി തന്താനി. പൊക്കാളിക്കര നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച, നീ വാരിയ ചുടുചോറൊപ്പം എന്തേ പോയി നന്മകനെ. നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച, നീ വാരിയ ചുടുചോറൊപ്പം എന്തേ പോയി നന്മകനെ. താനന്ദം താനേനം താനേനം തന്താനി തകതാനി തന്നാനി തന്നാനി തന്താനി. താനന്ദം താനേനം താനേനം തന്താനി തകതാനി തന്നാനി തന്നാനി തന്നാനി. അക്കാണും മാമലയൊന്നും നമ്മുടെതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ ഉലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കും നിവിടം ഭൂലോകം തിരുമകനെ. കലകിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ തിരുമകനെ. നരകിച്ചു പൊറുക്കും നിവിടം ഭൂലോകം തിരുമകനെ. കലകിച്ചു മരിക്കും നിവിടം
ഇഹലോകം എൻ തിരുമകനെ താനന്ദം താനേനം താനേനം തന്താനേ തകതാനി തന്നാനി തന്നാനി തന്താനേ താനന്ദം താനേനം താനേനം തന്താനേ തകതാനി തന്നാനി തന്നാനി തന്താനേ തകതാനി തന്നാനി തന്നാനി തന്താനേ തകതാനി തന്നാ മനോഹരങ്ങളായ ഗാനങ്ങളും അതുപോലെ ചടുലമായ സംഗീതവും ഒക്കെ കൊണ്ട് വളരെ മനോഹരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മൾ വീണ്ടും കാണും പക്ഷേ മിന്നാമിനിങ്ങിന്റെ അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം ആസ്റ്റൺ റിയൽറ്റേഴ്സ് മിന്നാമിനിങ്, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി, ആൻഡ് ഗുഡ് നൈറ്റ്.